ഗ്യാസ് കത്തിക്കുമ്പോൾ കണ്ടോ നല്ലോണം ബർണർ കത്തുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കംപ്ലയിൻറ്റ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളൂ. ഒന്നുമില്ലാതെ നല്ല നീല കളറിൽ തീ കത്തണം. അപ്പോൾ നമുക്ക് ബർണറിന് ഒരു കുഴപ്പമില്ലാന്ന് മനസ്സിലാക്കാം. അപ്പം അതിനായിട്ട് നമുക്ക് വീട്ടിലോട്ട് കിടക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രത്തിനകത്ത് കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം തിളയ്ക്കാറാകുമ്പോഴത്തേനും നമുക്കതിനകത്തോട്ട് ഹാർപ്പിക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 3 ബർണർ ക്ലീൻ ചെയ്യാനുള്ള ഹാർപ്പിക്കാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വീട്ടിൽ പാചകത്തിനൊന്നും ഉപയോഗിക്കാത്ത ഒരു പാത്രത്തിനകത്തോട്ട് നമുക്ക് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനൊരു ചെറിയൊരു ബേസിൻ എടുത്തിട്ടുണ്ട്, അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ വെള്ളത്തിനകത്തോട്ട് കുറച്ച് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു സ്വല്പം മാത്രം മതി ബേക്കിംഗ് പൗഡർ. ഇനി അതിനകത്തോട്ട് നമുക്ക് 3 ബർണറും ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് അരമണിക്കൂറോളം ഈ ബർണർ ഇതിനകത്തിരുന്ന് ആ അഴുക്കും പൊടിയെല്ലാം ഇളകിയിരിക്കും. ഹാർപ്പിക്കും ബേക്കിംഗ് പൗഡറൊക്കെ ഇട്ടുകൊണ്ട് നമ്മൾ ആ ഹോളിലൊക്കെ അടഞ്ഞിരിക്കുന്ന നമ്മുടെ ഈ ആഹാരം ഉണ്ടാക്കുമ്പോൾ തന്നെ അടഞ്ഞിരിക്കുന്ന വേസ്റ്റുകളൊക്കെയാണ്, അല്ലാതെ പൊടികളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പോയി കിട്ടും. അരമണിക്കൂറിന് ശേഷം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ ഞാനത് ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കണ്ട കളർ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പം ഈ കൂടുതൽ കളർ കാണുന്ന ആ ബർണർ എന്ന് പറഞ്ഞാൽ വളരെയധികം കത്തിക്കാത്ത ഒരു ബർണറാണ് ആ ചെറുത്. പിന്നെ ഉള്ളതാണ് ആ വെളുത്ത കളർ കാണുന്നത്, ഒട്ടും അങ്ങനെ വലുതായിട്ട് ഉപയോഗിക്കാത്തത്. ആ കറുത്ത കളറിൽ കാണുന്നതാണ് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിച്ച ബർണർ. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ തിളപ്പിക്കുമ്പോൾ തന്നെ അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാം. അപ്പോൾ ഇതേപോലെ ഒന്ന് സ്ക്രബ്ബർ വെച്ച് നല്ലോണം ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പം പിന്നോ അതല്ലെങ്കിൽ മുട്ടിപ്പിന്നൊക്കെ ഇട്ട് ആ ഹോളിലൊന്ന് ഓരോ ഹോളിലും ഒന്ന് കുത്തി കൊടുക്കണം. കാരണം എന്തെങ്കിലും അടഞ്ഞിരിപ്പുണ്ടെങ്കിൽ അതൊക്കെ പോയിട്ട് നല്ല രീതിയിൽ തന്നെ തീ കത്താനൊക്കെ സഹായിക്കും. അല്ലെങ്കിൽ നമ്മൾ ഗ്യാസ് കത്തിക്കുമ്പോൾ തന്നെ ഈ ബർണറിൻ്റെ ഇടയ്ക്ക് നിന്ന് തീ കത്തിയിട്ട് ഗ്യാസ് നഷ്ടമാകും. കാരണം അത്രയും ലീക്കായി പോകും. തീ ലീക്കാകുന്നതനുസരിച്ച് ഗ്യാസ് നഷ്ടമാകും. അപ്പോൾ നല്ല രീതിയിൽ കത്തണമെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ? അപ്പം ഇങ്ങനെ ചെയ്തതിന് ശേഷം ഒന്ന് കഴുകി ഒരു പഴയ ടവലിനകത്ത് ഒന്ന് തുടച്ചെടുക്കാം. ക്ലീൻ ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്ക് ഗ്യാസ് വളരെയധികം ലാഭമാകും. അതല്ല എങ്കിൽ ഗ്യാസ് ബർണർ നല്ലോണം കത്താതെ ഇടയിലൊക്കെ കൂടെ തീ പാളിയിട്ട് ഗ്യാസൊക്കെ നഷ്ടമാകാൻ ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല മഞ്ഞ കളറിൽ തീ വരുമ്പോൾ തന്നെ നമ്മൾ ഏത് പാത്രം വെച്ചാലും അടിഭാഗം കരി പിടിക്കും. മിക്കവരും ബർണർ കത്തുന്നില്ല കംപ്ലയിൻ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആളെ വിളിച്ച് കാണിച്ച് വെറുതെ പൈസ കളയേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തെടുത്താൽ നല്ല ക്ലീനായിട്ട് തന്നെ കത്തുകയും ചെയ്യും, നല്ല നീല കളറിൽ തന്നെ തീ വരികയും ചെയ്യും. അപ്പോൾ ഞാനെല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഞാനൊന്ന് കത്തിച്ച് കാണിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കത്താൻ പാടായിരുന്നു, തീ പകുതി മാത്രമേ കത്തുന്നുള്ളായിരുന്നു. അപ്പോഴാണ് കമ്പനി ചെയ്തത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ തീ കത്തുന്നത് കാണാം. നീല കളറിൽ തീ കത്തുകയാണെങ്കിൽ നമുക്ക് ബർണറിന് ഒരു കംപ്ലയിൻറ്റും ഇല്ല. അപ്പോൾ ഗ്യാസ് നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. കണ്ടോ, ഒരുപാട് ഗ്യാസ് അധികമാകത്തൂല. അപ്പോൾ എല്ലാ ബർണറും ഇതേപോലെ ഞാൻ കത്തിച്ച് കാണിച്ചു തരാം. കണ്ടോ, ഒരു കുഴപ്പമില്ല, നല്ല നീല കളറിൽ കത്തുന്നുണ്ട്. അപ്പോൾ ഈ അടുപ്പാണ് ഞാൻ കൂടുതലായിട്ട് ഉപയോഗിക്കാറ്.